ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷ നിതിൻ. ഗോകർണ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഹാബലേശ്വർ ക്ഷേത്രവും അതിൻ്റെ പരിസരവും പിന്നെ ഗോകർണയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓം ബീച്ചും അവിടുത്തെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഗോകർണയിലെ സെക്കൻഡ് ഡേ എക്സ്പീരിയൻസ് ചെയ്യാം. ഗോകർണയിലെ സെക്കൻഡ് ഡേ ഒരു ക്ലിഫ് വ്യൂ കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിനായി രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നടത്താൻ തുടങ്ങി. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് നടന്നത് ഈ റൂട്ടിൽ കൂടെയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഇവിടെ ഒരു ക്ലിഫ് വ്യൂ ഉള്ള കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളുടെ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ. അങ്ങനെ നടന്ന് ക്ലിഫിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലെത്തി. ഞങ്ങളീ നിൽക്കുന്നതിന് ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉയരത്തിൽ നിന്ന് നമുക്ക് കടലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ഈ ബീച്ച് ട്രക്കിങ്ങുകൾക്കൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണല്ലോ ഗോകർണ. ഇത് മാത്രമല്ല കേട്ടോ, ഗോകർണയിൽ ഇതുപോലെ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ക്ലിഫ് വ്യൂ പോയിന്റുകളുണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഒരു ബീച്ചാണ് കാണുന്നുണ്ടായിരുന്നത്. ഗോകർണയിലെ ബീച്ച് ഏരിയകളിലൊക്കെ നമുക്ക് അധികം ആളുകളെയോ തിരക്കുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തേത്. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോവയിലെത്താൻ പറ്റും. തിരക്കോ അധികം എക്സ്പെൻസീവോ ഒന്നും അല്ലാത്ത ഒരു ചെറിയ ഗോവ തന്നെയാണ് ഈ ഗോകർണ എന്ന് പറയുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പിന്നെ നേരെ മഹാബലേശ്വർ ക്ഷേത്രത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഗോകർണയിലെ നല്ല തിരക്കുള്ളൊരു ഭാഗം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പരിസരം. ശിവന്റെ ഏറ്റവും ശക്തമായ ആത്മലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഗോകർണ എന്ന് വെച്ചാൽ പശുവിന്റെ ചെവി എന്നാണ് അർത്ഥം വരുന്നത്. ഉയരം കുറഞ്ഞ തരം ഒരുപാട് പശുക്കളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ നാട്ടുകാരും ഇവിടെ വരുന്ന വിശ്വാസികളും ഒക്കെ ഈ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് മഹാബലേശ്വർ ക്ഷേത്രം. ഈ നാട്ടുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഈ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ തന്നെയാണ്. അമ്പലത്തിന്റെ പരിസരത്തുള്ള വഴിയരികിൽ മൊത്തം ഒരുപാട് സ്റ്റോളുകളാണ് കണ്ടത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വീട് പോലെ തോന്നുമെങ്കിലും ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന എൻട്രൻസ്. ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറിയെങ്കിലും നല്ല തിരക്കുള്ളത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ശിവരാത്രി ടൈം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റൂട്ടിലൂടെ നടന്നാൽ നമ്മൾ നേരെ എത്തുന്നത് ഒരു ബീച്ചിലേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഗ്രാമമല്ല കേട്ടോ ഇവിടുത്തേത്. നല്ല പഴക്കം ചെന്ന കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളും പിന്നെ ഒരു പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടുകളാണ് ഇവിടുത്തേത്. ചില വീടുകളുടെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ അകത്തേക്ക് നോക്കിയിരുന്നു. വീടിനകത്ത് നല്ല വിശാലമായിട്ടുള്ള മുറികളാണ് കണ്ടത്. നിങ്ങൾക്ക് ഗോകർണയിലൊക്കെ വരുമ്പോൾ നല്ല വെജിറ്റേറിയൻ ഫുഡുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെ പരിസരത്ത് ധാരാളം കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ബീച്ചിലേക്ക് എത്തി. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ അധിക സമയം നിന്നില്ല. പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. കർണാടകൻ സ്റ്റൈലിലുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ശിവരാത്രി സമയത്ത് രഥോത്സവത്തിനായി ഒരുക്കി നിർത്തിയിട്ടുള്ള രഥങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന ആഘോഷം തന്നെയാണ് ഈ ശിവരാത്രിയും രഥോത്സവവും ഒക്കെ. ഈ സ്ഥലത്തിന് ഗോകർണ എന്ന് പേര് വന്നതിന് പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് ലങ്കാധിപതിയായ രാവണൻ ശിവനിൽ നിന്ന് അതീവ ശക്തിയുള്ള ആത്മലിംഗം സ്വന്തമാക്കിയ കഥയാണ് ഗോകർണ എന്ന പേരിന് കാരണമായത്. എവിടെയാണോ വയ്ക്കുന്നത് അവിടെ അത് ഉറച്ചുപോകും എന്നതായിരുന്നു ആത്മലിംഗത്തിന്റെ പ്രത്യേകത. ഈ ആത്മലിംഗം ലങ്കയിലെത്തിച്ചാൽ രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഭയം ദേവന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവന്മാർ ഗണപതിയുടെ സഹായം തേടുകയും ഗണപതി ഒരു ബാലന്റെ രൂപത്തിലെത്തി രാവണനെ ചതിച്ച് ആ ആത്മലിംഗം നിലത്തുവെച്ചു. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ട്. മഹാബലേശ്വർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഗണപതി ക്ഷേത്രവും ഉള്ളത്. അങ്ങനെ നിലത്തുറച്ചു പോയ ആത്മലിംഗം എടുത്തുമാറ്റാൻ രാവണൻ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചതായും ആ സമയത്ത് ശിവൻ ഒരു പശുവിന്റെ ചെവിക്കുള്ളിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പുരാണം പറയുന്നത്. പിന്നെ ഗണപതി ഒരു പശുവിന്റെ രൂപത്തിൽ അപ്രത്യക്ഷമാവുകയും രാവണൻ ആ പശുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പശുവിന്റെ ചെവി മാത്രം കയ്യിൽ വരികയും ആ ചെവി ഇരിക്കുന്ന സ്ഥലമാണ് ഗോകർണ എന്നും മറ്റൊരു കഥയുണ്ട്. ഈ പറഞ്ഞ ആത്മലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ കുറെ നടന്ന് അവസാനം ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് ഏരിയയിലെത്തി. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മാർക്കറ്റായിരുന്നു അവിടുത്തേത്. പിന്നെ നേരെ ഞങ്ങൾ റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്ത് നേരെ ഓം ബീച്ചിലേക്കായിരുന്നു പോയത്. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മഹാബലേശ്വർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ 2 വീലറുകൾ റെന്റിന് കിട്ടും. ഇതുപോലെ ഇടുങ്ങിയ വഴികളായതുകൊണ്ട് തന്നെ ഗോകർണ എക്സ്പ്ലോർ ചെയ്യാൻ ബൈക്കാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനൊരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റിയില്ല. ചെറിയ റേറ്റിന് തന്നെ നമുക്ക് ബൈക്കുകളെല്ലാം റെന്റിന് കിട്ടും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഓം ബീച്ചിലെത്തി. ഇവിടെയും യാത്രക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കടകളുണ്ട്.
ബീച്ചുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടുത്തെ മെയിൻ വിൽപ്പന. ഇവിടെ ഈ വഴിയോര കച്ചവടക്കാർ മുടി ബ്രെയ്ഡിങ് ചെയ്തു തരും. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എവിടെയും അധികം കണ്ടിട്ടില്ലാത്ത കമ്മലും മാലയും ഡ്രീം ക്യാച്ചർ പോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കണ്ടത്. ഗോകർണയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ബീച്ചുകൾ ഉണ്ടെങ്കിലും പേരുകൊണ്ടും അതിൻ്റെ ആകൃതി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ബീച്ചാണ് ഈ ഓം ബീച്ച്. നാച്ചുറലി തന്നെ ഓം ഷേപ്പിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബീച്ചാണിത്. പ്രകൃതിയുടെ ഒരു മനോഹരമായ സൃഷ്ടി. ഗോകർണ ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. റോഡിലൂടെയോ അല്ലെങ്കിൽ ട്രക്ക് ചെയ്തോ നമുക്ക് ഈ ബീച്ചിലെത്താൻ പറ്റും. ഏകദേശം ഉച്ചയൊക്കെ ആവാറായപ്പോഴായിരുന്നു ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്നാണ് പ്ലാൻ. ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ബീച്ച് ഷാക്കുകളും ഇവിടെയുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. നല്ലൊരു ആംബിയൻസ് ഉള്ള ബീച്ച് റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ കയറി റെസ്റ്റ് എടുക്കുമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗോകർണയിലെ എല്ലാ ബീച്ചുകളിലും കാണാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ബോട്ട് റൈഡിന് പോകാമെന്ന് വിചാരിച്ചു. 2 മണിക്കൂറോളം എടുക്കുന്ന ഒരു ബോട്ട് റൈഡായിരുന്നു ഞങ്ങൾ പോയത്. ഒരാൾക്ക് 500 രൂപയാണ് ഈ ബോട്ട് റൈഡിന് വരുന്നത്. ബോട്ട് കടലിലേക്ക് ഇറക്കാനായിട്ട് ബോട്ടിങ്ങിനായി വന്ന ആളുകളും ഹെൽപ്പ് ചെയ്തു. നല്ല രസമുള്ള ഒരു ബോട്ടിംഗ് ആയിരുന്നു അത്. ഈ ബോട്ടിങ്ങിൽ നമുക്ക് ഗോകർണയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരഡൈസ് ബീച്ച്, ഹാഫ് മൂൺ ബീച്ചിൻ്റെയൊക്കെ കാഴ്ചകളും ലൈറ്റ് ഹൗസ്, റിവർ സീ ജോയിനിങ് പോയിന്റ് എന്നിവയൊക്കെ കാണിച്ചു തരും. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ കടലിൻ്റെ നടുവിൽ അവർ സ്വിമ്മിങ്ങിനായി നിർത്തിത്തരും. ഈ ബോട്ട് ഓടിക്കുന്നവർ നമുക്ക് നല്ല ഹെൽപ്പും നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. കടലിൻ്റെ നല്ല ആഴമുള്ള ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന 4 പേര് കടലിൻ്റെ നടുവിൽ ഇതുപോലെ സ്വിം ചെയ്തു. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഓം ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ ഗോകർണ ടൗണിലെത്തി. ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലങ്കോടുള്ള ചെല്ലഞ്ചേട്ടനെ പോലെ ഒരു പ്രായമായ മനുഷ്യനായിരുന്നു ഈ ചായക്കട നടത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ജിഞ്ചർ ടീ ആണ് പുള്ളിക്കാരൻ്റെ സ്പെഷ്യൽ. വൈകുന്നേരം ആയപ്പോഴേക്കും ടൗണിലൊക്കെ നല്ല തിരക്കായി. ഇതാണ് ഗോകർണ ബസ് സ്റ്റാൻഡ്. വൈകിട്ട് 7 മണിക്കാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള KSRTC ഐരാവത്. കുറച്ച് ദിവസം കൂടെ ഗോകർണയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വൈബാണ് ഗോകർണയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെയുള്ള ആളുകളാണെങ്കിലും കാഴ്ചകളാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു നല്ല അനുഭവമായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഗോകർണയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ക്യൂരിയസ്, സ്റ്റേ പീസ്ഫുൾ ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ്.